ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. വൈകിട്ട് ആണ് പോയത്. അപ്പോൾ അവൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കൊച്ചിന് ഒരു 1.5 വയസ്സായിട്ടുള്ളൂ. ചേട്ടൻ്റെ വൈഫും അവൻ്റെ വൈഫും ചേട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചല്ല കയറി ചെന്ന സമയത്ത് സംസാരിച്ച് തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവൻ കൊച്ച് അവൻ അവിടെ സെറ്റിയിൽ കുറേ സാധനങ്ങളൊക്കെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വിതറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ ചെന്നിട്ട് അടുക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അവൻ വന്നിട്ട് വിളിച്ചു, ബാ ഇരിക്ക് മാമ ഇരിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അവനും ചേട്ടൻ്റെ കൊച്ചും ഉണ്ടായി. അപ്പോൾ രണ്ടുപേരും ഞാനിങ്ങനെ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ കളിപ്പിച്ച് ഒക്കെ കൊണ്ടിരുന്നപ്പോഴത്തേനാണ് അമ്മ ചായ ഇട്ട് വന്നു. ചായ സ്നാക്സോ നുറുക്കെന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ ചായ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു സ്നാക്സ് എന്തെങ്കിലും എടുത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ, സാധാരണ അങ്ങനെയാണല്ലോ. അപ്പം ഇറങ്ങി. എന്നിട്ട് രണ്ടുപേരും കൂടി നിന്നിട്ട് പറഞ്ഞു, അമ്മ ചായ എടുക്കുമെന്ന് പറഞ്ഞു. അവൻ ചൂടാണ്, ഇത്തിരി കയ്യട്ടെ എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല രണ്ടും. ഞാൻ ചായ എടുത്തു കഴിഞ്ഞിട്ട് സമ്മതിച്ചില്ല. സ്നാക്സും എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും ഈ പറച്ചിൽ നിർത്തിയത്. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, സന്തോഷം തോന്നി, അതിലുപരി അഭിമാനം തോന്നി. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം രൂപപ്പെടുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മളുടെ വീട്ടിൽ മറ്റുള്ളവർ ചെയ്യണ കണ്ടാണ് നമ്മൾ ജനിച്ച കാലം തൊട്ട് വളരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നല്ലപോലെ പെരുമാറിയാലേ നമ്മളത് മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒബ്സർവേഷൻ ഭയങ്കരമാണ്. കാരണം ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒരു തവണ കേട്ടാൽ മതി, അതവർക്ക് ഭയങ്കര മെമ്മറിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ നിന്നാണ് അവരുടെ എന്നല്ല നമ്മൾ